ഹായ് ഗൈസ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എന്തൊക്കെയാണ് ഗൈസ് നമ്മുടെ ഗെയിമിലെ വിശേഷങ്ങൾ? ദീപാവലിയായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ഗെയിമിലേക്ക് ചറപറ ഇവൻറ്റ്സ് ഇങ്ങനെ ഡെയിലി വന്നുകൊണ്ടിരിക്കുകയാണ്. ഡെയിലി അല്ലെങ്കിൽ 2 ദിവസം കൂടുമ്പോഴെങ്കിലും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് അതിനെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ? നിങ്ങൾ ഏതൊക്കെ ഇവൻ്റ് എടുത്തു? എന്തൊക്കെയാണ് ഗൈസ് നിങ്ങളുടെ അവസ്ഥ? എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങളെല്ലാവരും തംബ്നെയിലൊക്കെ കണ്ട പോലെ തന്നെ നമ്മൾ ഈ മിസ്റ്ററി ഷോപ്പ് അങ്ങ് എടുക്കാൻ വേണ്ടി പോവുകയാണ്. എല്ലാം ഒന്നും എടുക്കില്ല ഗൈസ്, ആ മെയിൽ ബണ്ടിലാണ് ഞാൻ കാര്യമായിട്ട് എടുക്കാൻ വേണ്ടി നോക്കുന്നത്. പിന്നെ ഈ മിസ്റ്ററി ഷോപ്പിൽ നമുക്ക് 70% ലക്കാണ് കിട്ടിയത്. ഞാനത് പെട്ടെന്ന് റെക്കോർഡ് ചെയ്യാൻ മറന്നു. ഈ മിസ്റ്ററി ഷോപ്പ് കണ്ട ഒരു ആക്രാന്തത്തിൽ പെട്ടെന്ന് നമ്മൾ അങ്ങോട്ട് കറക്കി ആ സംഭവം. അപ്പോൾ അത് റെക്കോർഡ് ചെയ്യാൻ മറന്നു. അപ്പോൾ എന്തായാലും 70% ലക്കാണ് കിട്ടിയത്. നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ഞാനിങ്ങനെ ഈ മിസ്റ്ററി ഷോപ്പ് ഇങ്ങനെ നോക്കുകയാണ് ഗൈസ്, എന്തൊക്കെയാണ് സംഭവം ഉള്ളത് ഒക്കെ നോക്കുകയാണ്. അപ്പോൾ ഇനിയിപ്പോൾ മെയിൽ ബണ്ടിൽ നോക്കി, ഇനിയിപ്പോൾ ഫീമെയിൽ ബണ്ടിൻ്റെ സെഷനിൽ ഒരു അടിപൊളി ഇമോട്ട് ഉണ്ട്. പക്ഷേ ഇമോട്ട് നമ്മളങ്ങനെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല ഗൈസ്. ഇനിയിപ്പോൾ ഈ ഇമോട്ട് കിട്ടണമെങ്കിൽ നമ്മൾ ഈ സൈഡിലോട്ട് വരേണ്ടി വരും. അപ്പോൾ നമുക്ക് ഇതെടുക്കാതെ മെയിൽ ബണ്ടിൻ്റെ ആ ഒരു സൈഡിലുള്ള ഐറ്റംസ് മാത്രം എങ്ങനെയെങ്കിലും എടുത്ത് പെട്ടെന്ന് ഇതങ്ങോട്ട് കാലിയാക്കാൻ നോക്കാം ഗൈസ്. ഇതിന് മുന്നേ വന്ന മിസ്റ്ററി ഷോപ്പിൽ നമുക്കൊരു വലിയ മണ്ടത്തരം പറ്റി. കാരണം എനിക്കതിൽ G36 സ്കിന്നായിരുന്നു വേണ്ടത്. പക്ഷെ എനിക്ക് കിട്ടിയത് AC80 ആയിപ്പോയി. എന്താണെന്ന് വെച്ചാൽ AC80 ആ താഴെയുള്ള ഈ ചെറിയ പ്രൈസില്ല ഗൈസ്, അതിൽ ആ ഇമോട്ടൊക്കെ എനിക്ക് അത്യാവശ്യം ലൈക്കായി. അപ്പോൾ അത് ഞാൻ അതൊക്കെ മേടിച്ച് പിന്നെ ഈ സാധനം അൺലോക്ക് ആക്കി. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ G36 സെക്ഷനിലുള്ള ആ ചെറിയ പ്രൈസൊക്കെയാണല്ലോ നമ്മൾ വാങ്ങേണ്ടിയിരുന്നത്. അപ്പോൾ അതെനിക്ക് മനസ്സിലാവായിട്ട് എനിക്ക് പിന്നെ കിട്ടിയത് AC80 സ്കിന്നായിപ്പോയി. അപ്പോൾ ഇനി ഇതിൽ നമ്മൾ മണ്ടത്തരം കാണിക്കാതെ എല്ലാം വളരെ ശ്രദ്ധിച്ച് തന്നെ ചെയ്യണം ഗൈസ്. നമ്മളിത് ഓരോ ഐറ്റംസ് വാങ്ങാൻ വേണ്ടി പോകണം. ആദ്യം ഒരു ഇമോട്ട് എടുത്ത് ഇനിയിപ്പോൾ ഏതെങ്കിലും ഒരു ഐറ്റം വാങ്ങിയാൽ മതിയായിരിക്കും ഗൈസ്. അപ്പോൾ നമ്മൾ ഈ സൈഡിൽ ഈ മറ്റേ സൈത്ത് ഉണ്ട്, അത് നമ്മൾ എടുക്കുന്നില്ല. അതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലല്ലോ. ഇമോട്ട് കൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. പക്ഷെ അധികം ഡയമണ്ട് വേസ്റ്റ് ആക്കാൻ നമുക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട് തൽക്കാലം ഒരു ഗൺ ക്രേസ് താഴെ AC80 ഗൺ ക്രേറ്റ് ഉണ്ട്. അപ്പോൾ അത് വാങ്ങാനാണ് പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും അതെടുത്ത് 100 ഡയമണ്ട് അൺലോക്ക് ആക്കി നമുക്ക് എന്തായാലും ആ സാധനം വാങ്ങാം. പണ്ടത്തെ മിസ്റ്ററി ഷോപ്പിലൊന്നും ഇത്ര ഡയമണ്ട് പൊട്ടിക്കേണ്ട ആവശ്യമില്ലായിരുന്നു ഗൈസ്. ഇതിങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയല്ലാണ്ട് കുറയുന്നില്ല. പിന്നെ വേറൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ ഇവർ ഈ മിസ്റ്ററി ഷോപ്പിലൊന്നും ഇപ്പോൾ പഴയ പോലത്തെ അത്ര ഗുമ്മുള്ള ബണ്ടിൽസ് ഒന്നും കൊണ്ടുവരുന്നില്ല ഗൈസ്. ആകെ നമ്മളെപ്പോലുള്ള പാവങ്ങളെടുക്കുന്ന ഈ മിസ്റ്ററി ഷോപ്പും ബുയാപ്പാസൊക്കെയാണ്. അപ്പോൾ അതിലും ബണ്ടിൽസ് ഒരുമാതിരി മേനല്ലാത്ത സംഭവങ്ങളൊക്കെയാണ് കൊണ്ടുവരുന്നത്. അപ്പോൾ അതായത് നമുക്കിനി ബണ്ടിൽ അങ്ങോട്ട് പർച്ചേസ് ചെയ്യാൻ ഗൈസ്. അപ്പോൾ നമ്മൾ ബണ്ടിൽ എടുത്തിട്ടുണ്ട്. വലിയ കുഴപ്പമില്ല, അത്യാവശ്യം കൊള്ളാവുന്നൊരു ബണ്ടിൽ തന്നെയാണ്. പക്ഷേ ലക്ക് കുറച്ചും കൂടി ഒരു 80 ആയിരുന്നെങ്കിൽ അത്രയും ലാഭമായിരുന്നു. പക്ഷേ 80 ഇപ്പോൾ കിട്ടുന്നില്ല ഗൈസ്. കുറേ മിസ്റ്ററി ഷോപ്പായിട്ട് 80 കിട്ടുന്നില്ല. 70, 65 ആ ഒരു സംഭവത്തിൽ തന്നെയാണ് കിട്ടുന്നത്. എന്താണെന്നറിയില്ല, അധികം ആൾക്കാർക്ക് അങ്ങനെ തന്നെയാണ് കിട്ടുന്നതെന്ന് തോന്നുന്നത്. എനിക്കാണെങ്കിൽ ഇത് ഈ ഫീമെയിൽ ബണ്ടിലിൻ്റെ സ്ലോട്ടിലുള്ള ഈ ഒരു ഇമോട്ട് ഞാനിങ്ങനെ പിന്നെയും നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത് എടുക്കണോ വേണ്ടേ എന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും എടുത്താൽ അതൊരു ചെറിയ കഴപ്പായി പോകുമെന്നൊരു ഡൗട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ തൽക്കാലം എടുക്കുന്നില്ല ഗൈസ്. ഈ ബണ്ടിൽ മാത്രം വെച്ച് തൽക്കാലം തൃപ്തിപ്പെടാം. അപ്പം ഇനി ദീപാവലിയാണ്, നമ്മളെ ഗെയിമിലേക്ക് പുതിയ ഇവൻറ്റ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതിൻ്റെ അഡ്വാൻസ് സെർവറിൽ കുറേ പേരിട്ട വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഗോൾഡ് റോയലിലൊക്കെ കുറേ ബണ്ടിൽസൊക്കെ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ നിങ്ങളിൽ ഗോൾഡ് കോയിൻസൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും സേവ് ചെയ്ത് വെക്കുക. പിന്നെ ഈ സൈഡിൽ കാണുന്ന ഈ കാർണിവൽ റിങ് നിങ്ങൾ എത്ര പേര് സ്പിൻ ചെയ്ത് എന്തൊക്കെ കിട്ടിയെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. നമുക്ക് പിന്നെ അതൊന്നും സ്പിൻ ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ല ഗൈസ്, അത്ര വലിയ ബന്ധങ്ങളിലേക്ക് പോകാനായിട്ടില്ല. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ കാര്യങ്ങൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇതിനായിട്ട് ലൈക്ക് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക. ഈ വീഡിയോയ്ക്ക് നമ്മൾ 20 ലൈക്സാണ് ടാർഗറ്റ് വെച്ചിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്ത് 20 ലൈക്സിലേക്ക് എത്തിക്കുക. ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഉടനെ അടുത്ത വീഡിയോ ആയിട്ട് വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ഗൈസ്.